നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൂടപ്പിറപ്പിനെ പോലെ കുറേ കാലം പിണറായിയുടെ കൂടെ നടന്നതാണ് ജി സുധാകരൻ. എന്നാൽ ഇപ്പോൾ പാർട്ടിയെ തേച്ച് ജി സുധാകരൻ പുറത്തിറങ്ങിയപ്പോൾ പിണറായിക്ക് കലിപ്പ്. സുധാകരൻ്റേത് ചെറ്റത്തരമെന്നാണ് പിണറായി വിജയൻ വിശേഷിപ്പിക്കുന്നത്. മുൻപ് രാഷ്ട്രീയ എതിരാളികളെ കുലംകുത്തിയെന്നും പരനാറിയെന്നും വിശേഷിപ്പിച്ച പിണറായി വിജയൻ എല്ലാറ്റിനുമൊടുവിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജി സുധാകരനെ വിശേഷിപ്പിക്കുന്നത് ചെറ്റത്തരമെന്ന്. കെ സുധാകരനെ വാനോളം പുകഴ്ത്തുകയാണ് മുഖ്യമന്ത്രി. ജി സുധാകരൻ കെ സുധാകരനെ കണ്ടുപിടിക്കട്ടെ, എന്തൊരു മാന്യൻ. വിയോജിപ്പ് പ്രകടിപ്പിച്ച ശേഷവും കെ സുധാകരൻ പാർട്ടിക്ക് വിധേയനായി. എന്നാൽ ജി സുധാകരൻ്റെ കാര്യം അങ്ങനെയാണോ? സുധാകരൻ്റേത് ചെറ്റത്തരം തന്നെ. പാർട്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ വിമതരോട് കട്ടക്കലിപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ. തളിപ്പറമ്പിലെ ടി കെ ഗോവിന്ദനെതിരെയും കട്ടയ്ക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ടി കെ ഗോവിന്ദൻ പാർട്ടിക്കെതിരായി നിലപാടെടുക്കുമെന്ന് കരുതിയില്ല. ചരിത്രത്തിൽ ചില വഞ്ചകന്മാർ ഉണ്ടായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിക്കുന്നു. തളിപ്പറമ്പിൽ വനിതാ സ്ഥാനാർത്ഥി വേണം, അതിന് പറ്റിയതാരെ എന്ന് പരിശോധിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഇതാ പി കെ ശ്യാമള, നല്ല ഒന്നാന്തര സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ ശ്യാമളയേക്കാൾ നല്ല വനിതാ സ്ഥാനാർത്ഥിയില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. എം വി ഗോവിന്ദന്റെ ഭാര്യയാകുന്നതിന് മുൻപേ അവർ പാർട്ടിയിലുണ്ട്, അതുകൊണ്ട് ശ്യാമളയെ അങ്ങ് സ്ഥാനാർത്ഥിയാക്കി. അപ്പോഴിതാ ടി കെ ഗോവിന്ദൻ എന്ന വർഗവഞ്ചകൻ. ടി കെ ഗോവിന്ദൻ സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടിയിൽ ഒരാൾക്ക് പോലും തോന്നിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ടി കെ ഗോവിന്ദൻ പാർട്ടിയിൽ നിന്ന് പോയാൽ പാർട്ടിക്കൊരു ചുക്കുമില്ല എന്ന് പറയാതെ പറയുകയാണ് പിണറായി. ജി സുധാകരൻ പാർട്ടിയുമായി അസ്വാരസ്യത്തിലായത് തെറ്റിദ്ധാരണ മൂലമാണ്. പാർട്ടിയിൽ നിന്ന് നേതാക്കൾ പടിയിറങ്ങുന്നത് അതീവ പ്രാധാന്യത്തോടെ കാണും. ജി സുധാകരനെ താൻ 3 വട്ടം ഫോൺ വിളിച്ചുവെന്ന് വീണ്ടും പിണറായി ആവർത്തിക്കുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. സുധാകരൻ്റേത് കേവലം വ്യക്തിപരമായ വഞ്ചന മാത്രമല്ല, ചിലർ എതിരാളികളുടെ കയ്യിലെ കോടാലിയായി മാറും. പാർട്ടിയിലെ പ്രായപരിധി എല്ലാവർക്കും ബാധകമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ 4 വിരലുകളും നെഞ്ചിലേക്ക് നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ഘട്ടത്തിലും വഞ്ചകർ ഉണ്ടായിട്ടുണ്ട്. ആ വഞ്ചകരെ മാതൃകയാക്കി മറ്റുള്ളവർ പോയിട്ടില്ല. അവരെ തിരസ്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ കൂടെ പുതിയ ആളുകൾ വരികയും മാതൃകാപരമായി നിലകൊള്ളുകയും ചെയ്യും. പാർട്ടിക്കെതിരെ പരസ്യ സൂചനകൾ നൽകിയ സന്ദർഭത്തിൽ 3 തവണ താൻ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല എന്നാണ് പിണറായിയുടെ നിലപാട്. ജി സുധാകരൻ, ടി കെ ഗോവിന്ദൻ, പിന്നെ വി കുഞ്ഞികൃഷ്ണൻ 3 പേരും എതിരാളികളുടെ കയ്യിലെ കോടാലിക്കൈകളായി. കെ കെ ശൈലജയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറഞ്ഞു. ഭാവി മുഖ്യമന്ത്രിയായോ പിൻഗാമിയായോ ജനങ്ങൾ കണ്ടിരുന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊരു ധാരണയില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. മറുവശത്തിത് ജി സുധാകരന് വേണ്ടി വലിയ ആരവമാണ് അമ്പലപ്പുഴയിൽ നമ്മൾ കേൾക്കുന്നത്. കുറഞ്ഞത് 6 മണ്ഡലങ്ങളിലെങ്കിലും ഒരു സുധാകര ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് സുധാകരന്റെ അനുയായികൾ പറയുന്നു. വലിയ ജയ്ഫേരികളാണ് സുധാകരന് അനുകൂലമായി അമ്പലപ്പുഴയിൽ മുഴങ്ങുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയ വർഗവഞ്ചകരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കങ്ങൾ മറുവശത്ത് ശക്തം. പയ്യന്നൂരിൽ UDF പിന്തുണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ CPM നേതാവ് വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചുമാറ്റി. പയ്യന്നൂർ കോത്തായി ബുക്കിലായിരുന്നു ഓഫീസ്. സ്ഥലമുടമയെ CPMകാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഓഫീസ് പൊളിച്ചു മാറ്റിയത്. ഓഫീസിന് സ്ഥലം കൊടുക്കരുത് എന്ന് CPMലെ ചിലർ പറഞ്ഞു എന്ന് സ്ഥലമുടമ പറയുന്നു. ഭീഷണിയുണ്ട് തനിക്ക്, അതുകൊണ്ട് ഓഫീസ് പൊളിച്ചു തരണമെന്ന് ഉടമ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നീക്കം ചെയ്തത് എന്ന് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തങ്ങൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്ന് കുഞ്ഞികൃഷ്ണൻ. താൻ തുറന്നു സംസാരിക്കാൻ ശ്രമിച്ചത് മുതൽ വലിയ കള്ളപ്രചരണം CPM ആരംഭിച്ചു. അതൊന്നും ജനങ്ങൾക്കിടയിൽ ഏശിയില്ല. ഞാൻ കോൺഗ്രസിലേക്കും BJPയിലേക്കും പോകുന്നുവെന്നാണ് അവർ പ്രചരണം നടത്തിയത്. ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല. സ്ഥലം കണ്ടെത്തി ഉടമയുമായി സംസാരിച്ച് താൽക്കാലിക ഓഫീസ് നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഉച്ചയോടെ സ്ഥലം ഉടമ വിളിച്ച് ഭീഷണി നേരിടുന്നതായി പറഞ്ഞു. തുടർന്ന് ഓഫീസ് പൊളിച്ചുമാറ്റി. CPMൽ നിന്ന് പുറത്തിറങ്ങി വിമത സ്ഥാനാർത്ഥികളായവർക്കെതിരെ ഇപ്പോൾ പിണറായി വിജയൻ തന്നെ നേരിട്ട് വാളോങ്ങി കളത്തിലിറങ്ങി. ഇനി പാർട്ടി അണികൾക്കും പ്രാദേശിക നേതാക്കൾക്കും കയറി മേടാം. എന്നാൽ ഏപ്രിൽ 9 നടക്കുന്ന ആ വിധിയെഴുത്തുണ്ടല്ലോ, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് CPM ഒന്ന് മനസ്സിലാക്കിയാൽ എത്ര നല്ലത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.